വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മയെ പുതുക്കുന്ന ദിവസമാണ് ഇന്ന്. സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന യോവേലിൻ്റെ പ്രവചനം നിറവേറ്റപ്പെട്ട ദിവസം. യോവേൽ 2:28-29 വാക്യങ്ങൾ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും എന്ന വാഗ്ദത്തം നിറവേറ്റപ്പെട്ട ദിവസം. യെഹെസ്കേൽ 37:14. അതായത് കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ വാഗ്ദത്ത പ്രകാരം ദൈവം തൻ്റെ ആത്മാവിനെ പകർന്ന അത്ഭുത സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന പെന്തക്കോസ്ത് ദിനം ആണ് ഇന്ന്. ആ സംഭവത്തെക്കുറിച്ച് വായിക്കുന്നത്, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രവൃത്തി 2:3-4 വാക്യങ്ങൾ. പുതിയ ഇസ്രായേലാകുന്ന പുതിയ നിയമസഭയുടെ ഉദയം പെന്തക്കോസ്ത് ദിനത്തിലാണ് സംഭവിച്ചത്. ആദ്യ ദിനത്തിൽ തന്നെ 3000 പേർ ശിഷ്യന്മാരോട് ചേർന്നു. പ്രവൃത്തി 2:41. തുടർന്ന് കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രവൃത്തി 2:47. പരിശുദ്ധാത്മാവിനെ നൽകുമെന്നത് യേശു ശിഷ്യന്മാർക്ക് നൽകിയ വാഗ്ദത്തമായിരുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യോഹന്നാൻ 16:7. ഈ വാഗ്ദത്ത പ്രകാരം തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതിൻ്റെ ഓർമ്മയാണ് ഇന്ന് പുതുക്കുന്നത്. എന്നാൽ ഓർമ്മ പുതുക്കുന്നു എന്നതിൽ ഉപരി പരിശുദ്ധാത്മാവ് നമ്മുടെ അനുഭവമായി തീരണം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന 2 അനുഭവങ്ങൾ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. 1. ആലോചനകൾ നൽകി പുതിയ വഴിയിൽ കൂടി പരിശുദ്ധാത്മാവ് നടത്തുന്നു. ഈ ലോകയാത്രയിൽ ശരിയായ ആലോചനകൾ നമുക്ക് ലഭിക്കണം. ഇന്ന് നടക്കേണ്ടുന്ന വഴി അറിയാതെ അനേകർ ലക്ഷ്യം തെറ്റിയ യാത്ര ചെയ്യുന്നത്. സങ്കീർത്തനം 14:3 ദാവീദ് പറയുന്നത്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളിരാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. യെശയ്യാവ് പറയുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ തൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. 53:6. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമകളായിരിക്കുന്ന അനേകർ ഇന്ന് ഉണ്ട്. മാവോയിസ്റ്റ് ചിന്താഗതികളിലും തീവ്രവാദത്തിലും മതവിദ്വേഷത്തിലും അനേകർ അകപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ വളർന്നു വരുന്ന തലമുറകൾ. ഭവനത്തിലും സഭയിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ ധാരാളം. ഞാൻ പറയുന്നത് പോലെ എല്ലാം നടക്കണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ശരിയായ ആലോചന നൽകുവാൻ ഒരുവൻ ഉണ്ടായിരിക്കണം. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരും. യോഹന്നാൻ 14:26. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. യോഹന്നാൻ 16:8. നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഉപദേശിച്ച് പരിശുദ്ധാത്മാവാണ് നമ്മെ പുതിയ പാതയിൽ കൂടി നടത്തുന്നത്. അതുകൊണ്ട് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെ, എന്നെ പുതുവഴിയിൽ കൂടി നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2. ആരാധന അനുഭവത്തിലും ആത്മീക ബന്ധത്തിലും നമ്മെ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രവൃത്തി 2:47 പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നും 46 വാക്യത്തിൽ അവർ ഒരുമനപ്പെട്ട ദൈവാലയത്തിൽ കൂടി വന്നു എന്നും പറയുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ നമ്മെ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ആരാധനാ ജീവിതം എങ്ങനെയെന്ന് പരിശോധിക്കാം. 6 ദിവസം അധ്വാനിക്കുന്നതിനുള്ള ബലം നൽകിയ ദൈവത്തെ 7-ാം ദിവസം സ്വസ്ഥമായി ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും വിരുന്നു പോകുന്നതും അതിഥികളെ സ്വീകരിക്കുന്നതും അധ്വാനിച്ചതിൻ്റെ ക്ഷീണം ഉറങ്ങി തീർക്കുന്നതും ആരാധന മുടക്കിയല്ലേ? ആരാധനയിൽ കൂടി ലഭിക്കുന്ന ആത്മശക്തിയും കൃപയുമാണ് ആഴ്ചയിലെ 6 ദിവസം അധ്വാനിപ്പാൻ നമ്മെ ശക്തീകരിക്കുന്നത്. ആരാധന അവസരങ്ങളിൽ ലഭിക്കുന്ന ദൈവവചനമാണ് ലോകപരീക്ഷയിൽ വീണുപോകാതെ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതെ നമ്മെ കാത്തുസൂക്ഷിക്കുന്നത്. ആരാധന അനുഭവത്തിലും സഭയുടെ കൂട്ടായ്മയിലും പങ്കുചേരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം പരിശുദ്ധാത്മാവ്
നമ്മിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. സാഹചര്യങ്ങൾ എല്ലാം മാറിയാലും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാൻ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനായി നമുക്ക് താല്പര്യത്തോടെ വാഞ്ചിക്കാം. പരിശുദ്ധാത്മാവെ, നീ ഇച്ഛിക്കുന്ന വഴിയിൽ കൂടി നയിച്ച് ആരാധന അനുഭവത്തിൽ എന്നെയും നിലനിർത്തണമേ. ആമേൻ. Come on.